പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. കൂട്ടം തെറ്റിയാൽ ഈ കഥ കേൾക്കൂ. ജിക്കുമോനെ, ഞങ്ങളുടെ കൂടെ നടക്ക്, മുന്നിൽ ഓടിപ്പോകരുത്. ആനക്കുട്ടിയോട് അമ്മയാന പറഞ്ഞു. ജിക്കു കുഞ്ഞേ ഓടല്ലേ, അമ്മയോടൊപ്പം നിന്നാട്ടെ, കടിച്ചു കീറും പുലിയുണ്ട്, കണ്ടാലാവത്തായിടും. അമ്മായിയും പറഞ്ഞു, മോനെ, ആനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നടക്കുന്നതാണ് സുരക്ഷിതം, ഒറ്റയ്ക്ക് നടന്നാൽ അപകടമാണ്. ജിക്കു എല്ലാം തലകുലുക്കി സമ്മതിച്ചു. ആനക്കൂട്ടം തീറ്റ തേടി അതിരാവിലെ പുറപ്പെട്ടു. അമ്മയും അമ്മായിയും ഇടവും വലവും നിന്ന് സംരക്ഷിച്ചു. ജിക്കു സ്വയം ചിന്തിച്ചു, ഞാനിപ്പോൾ വലിയ കുട്ടിയായി, ഇപ്പോഴും അമ്മയുടെയും അമ്മായിയുടെയും കൂടെ നടക്കുന്നത് നാണക്കേടാണ്. തനിച്ചൊന്ന് നടന്നു നോക്കിയാലെന്താ എന്ന് വിചാരിച്ച് അവൻ ആനക്കൂട്ടത്തിനിടയിൽ നിന്ന് മുന്നോട്ട് കുതിച്ചു. അമ്മയും അമ്മായിമാരും അവനെ ഉറക്കെ വിളിച്ചു. കുട്ടിക്കുറുമ്പാ കുട്ടിക്കുറുമ്പാ, കൂട്ടം വിട്ടു നടക്കല്ലേ, എന്നോടൊപ്പം നിന്നാലും ഇല്ലെന്നാകിൽ നന്നല്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞെങ്കിലും അത് കേൾക്കാതെ ജിക്കു മുന്നോട്ട് കുതിച്ചു. പിറകിൽ വരുന്നവരെ നോക്കാതെ സകല ശക്തിയുമെടുത്തോടി. കുറേ ദൂരം ചെന്നപ്പോൾ അവൻ ആകെ ഭയമായി. ആനക്കൂട്ടത്തെ കാണാനുമില്ല. ഇനി എന്തു ചെയ്യും? ജിക്കുവിന് കരച്ചിൽ വന്നു. അപ്പോൾ അതുവഴി ഒരു കാട്ടുപോത്ത് കൊമ്പും കുലുക്കി വന്നു. കാട്ടുപോത്തിനെ കണ്ടപ്പോൾ ജിക്കുവിന് കൂടുതൽ ഭയമായി. അയ്യോ അയ്യോ, എനിക്ക് പേടിയാണേ, അമ്മയെ കാണാൻ പോണേ എന്ന് പറഞ്ഞ് കരച്ചിലായി. കാട്ടുപോത്ത് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അയ്യയ്യേ, കഷ്ടം കഷ്ടം, ഇത്രയും വലിയ ആനക്കുട്ടി ഇങ്ങനെ കരഞ്ഞാലോ? വരൂ, ഞാൻ നിന്നെ ആനക്കൂട്ടത്തിനരികിലെത്തിക്കാം. ജിക്കുവിന് ആദ്യം സമ്മതമായില്ല. എങ്കിലും കാട്ടുപോത്തമ്മാവൻ നിർബന്ധിച്ച് അവനെ കൂടെ കൂട്ടി. കുറച്ചു ദൂരം നടന്നപ്പോൾ ആനക്കൂട്ടം എതിരെ വരുന്നത് കണ്ടു. കാട്ടുപോത്തിന് നന്ദി പറഞ്ഞിട്ട് ജിക്കു ഓടി അവർക്കരികിലെത്തി. ജിക്കുവിനെ കാണാതെ വിഷമത്തിലായ അമ്മയ്ക്കും അമ്മായിക്കും സമാധാനമായി. അവരവനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, മോനെ, വെറുതെ ഞങ്ങളെ പേടിപ്പിച്ചല്ലോ, ഇനി ഇങ്ങനെ കൂട്ടം തെറ്റി ഓടരുത്. ജിക്കുമോൻ സമ്മതിച്ച് തലകുലുക്കി.